കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗീതുവും ഗോവിന്ദും തമ്മിൽ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കാഞ്ചന വീഡിയോ പിടിച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസ് രാധികാമ്മ പ്രിയനെ കാണിച്ചു കൊടുക്കുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോ പ്രിയയ്ക്ക് മനസ്സിലായി തന്നെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട്, തന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി സ്നേഹമെന്ന് അഭിനയിക്കുകയാണ് ഗീതു ചേച്ചിയും ഗോവിന്ദേണ്ണും. ഈ സമയം മോൾ ഇതെല്ലാം നോക്കിയോണെന്ന് ഗീതവും ഗോവിന്ദും പറഞ്ഞു. എന്തോ ഒരു വീഡിയോ കാണുന്നുണ്ടല്ലോ പ്രിയ. പെട്ടെന്ന് പ്രിയ അതിന്റെ സൗണ്ടും കൂടെ വെച്ചു. ഇത് കണ്ടു കഴിഞ്ഞപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഗീതുവിനും ഗോവിന്ദനും. തങ്ങൾ പെട്ടെന്ന് മനസ്സിലായി, ദേ നമ്മള് പെട്ടിനിപ്പോ എന്ത് ചെയ്യാനാ ഇനി വരുന്ന ബാക്കി എന്ന് പറയണം. എന്നാലും രാധികാമ്മ ഇങ്ങനെ ഒരു ചതി ചെയ്യുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ലെന്ന് ഗോവിന്ദ് പറയാം. അതെ, ഞാൻ ഇതൊക്കെ പ്രതീക്ഷിച്ചായിരുന്നു പറയാം. എന്തൊക്കെയായിരുന്നു, ഒരു മുറിക്കകത്ത് കിടത്തി ഉറക്കും. ആണ്ട ഇപ്പൊ താരാട്ട് പാടാനായിട്ട് ഇപ്പൊ പ്രിയം കൂടി വരുമെന്ന് പറയണം. ഈ സമയത്ത് പ്രിയ നോക്കുമ്പോ ഗോവിന്ദും ഗീതോടെ നിൽക്കുന്നുണ്ട്. ഗോവിന്ദേട്ടാന്ന് വിളിക്കുവാണോ. ഇത് കേട്ടതും ഗീതു പെട്ടെന്ന് പറഞ്ഞു, ഇതേ വിളിക്കുന്ന ഏട്ടനെ ചെന്ന് വാങ്ങിച്ചോണ്ട് വരാൻ പറയാണ്. ഞാൻ അങ്ങോട്ട് പോവാന്ന് പറയാം. ഗീതു നീയും കൂടെ വാ. അങ്ങനെ ഞാൻ വരുന്നില്ല എന്ന് പറയണം. പെട്ടെന്നാണ് ഗീതു ചേച്ചിന്ന് ഒരു വിളിയും കൂടെ. നിന്നെ വിളിക്കുന്നുണ്ട്, രണ്ടുപേർക്ക് ഒരുമിച്ച് പോയി വാങ്ങിക്കാം വരാൻ പറയാണ്. രണ്ടുപേരും കൂടെ പ്രിയയുടെ അരിയിലേക്ക് വരുവാണ്. ഈ സമയത്ത് പ്രിയ പറഞ്ഞ, അപ്പൊ എന്നോട് നിങ്ങൾ കള്ളത്തരം പറഞ്ഞല്ലേന്ന് ചോദിക്കും. അല്ല അത് പ്രിയമോളെ, ഞാൻ കൂടുതലൊന്നും പറയണ്ട, എനിക്ക് മനസ്സിലായി നിങ്ങളുടെ മനസ്സിലിരിപ്പ് എന്താന്ന്. എന്റെ ഡെലിവറി കഴിയുന്നോടം വരെ നിങ്ങൾ എന്റെ മുന്നിൽ അഭിനയിക്കുമല്ലേന്ന് ചോദിക്കണം. അങ്ങനെയൊന്നുമല്ല പ്രിയമോളെ, വെറുതെ എന്തിനാ ഏട്ടാ ഇനി എന്നെ കളിയാക്കുന്നേ? എന്റെ മുന്നിൽ ഇനിയും നാടകം കളിക്കേണ്ട കാര്യമുണ്ടോ? ഒരു കാര്യം മനസ്സിലായി, നിങ്ങൾ ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല. നിങ്ങൾ വേർപിരിയേണ്ടവർ തന്നെയാണെന്ന് മനസ്സിലായി. അല്ലെങ്കിലും എന്തിനാ വെറുതെ ഒരു കൂരയ്ക്കുള്ളിൽ കഴിഞ്ഞിട്ട് അന്യരെ പോലെ ഇങ്ങനെ ജീവിക്കുന്നേ? ഇതിനേക്കാളും പേര് നിങ്ങൾ പിരിയുന്ന തന്നെയാ. ഇനി ഞാനായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഇഷ്ടം പോലെ കാണിച്ചോ. എനിക്ക് മനസ്സിലായി നിങ്ങൾ രണ്ടുപേരും ഒന്നാകത്തില്ലെന്നുള്ളേ. ഞാൻ വെറുതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന. അല്ലെങ്കിലും എനിക്ക് എന്തെങ്കിലും ഒരു വില തന്നിട്ടുണ്ടെങ്കിൽ ഏട്ടൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നോ? ഗീതു ചേച്ചിയുമായിട്ടൊരു പ്ലാൻ തന്നെ നടത്തിയിട്ട് ഈ സമയം ഗീതു കാഞ്ചനയെ നോക്കുകയാണ്. കാഞ്ചന പതുക്കെ ഒന്നുമില്ലപ്പെട്ട അവിടെ നിൽക്കുകയാണ്. ഇനിയിപ്പൊ കാഞ്ചന എന്നുള്ള കാര്യം മനസ്സിലായി വീഡിയോസ് എടുത്തേ. പക്ഷെ രാധികാമ്മയുടെ കുരുട്ടുബുദ്ധിയാണത്. അന്ന് ഗീതുവിന് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്തു. എങ്ങനെയൊക്കെ തങ്ങളെ തകർക്കാൻ പറ്റുമാവോ അങ്ങനെയൊക്കെ തകർക്കാൻ ശ്രമിക്കുകയാണ്. ഇതെങ്ങനെ വെറുതെ വിട്ടു കൊടുത്തിട്ട് കാര്യമില്ല. പിന്നീട് പ്രിയ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ്. അങ്ങനെ രാധികാമ്മ എല്ലാം പോയി. ഈ സമയം ഗീതുവിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് ഗോവിന്ദ് പറഞ്ഞു, നമ്മുടെ പ്ലാൻ എല്ലാം പൊളിഞ്ഞു, ഇനിയിപ്പൊ എന്ത് ചെയ്യും? രണ്ടുപേരും കൂടെ ഒന്നിച്ചൊരു മുറിയിൽ ഉറക്കാൻ പോകുന്നില്ലെന്ന് പറയാം. എന്ത് ചെയ്യാനാ, ഒന്നും ചെയ്യണ്ടെന്ന് പറയാം. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഗസ്റ്റ് ഹൗസിന്റെ കീ എടുക്കാന്ന് പറയണം. അതെടുത്ത് നമുക്ക് പോയാലോ? പിന്നെ മിണ്ടാതെ പൊക്കോടുന്ന്. ആദ്യം നിങ്ങളുടെ വളർത്തമ്മേനെ ഒന്ന് നേരെയാക്കാൻ നോക്ക്, എന്നാലും ഇനി ജീവിതം ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ട് ഗീത് മുറിയിലേക്ക് അങ്ങോട്ട് കയറി പോവാ. പിന്നീട് ഗീത് പുറത്തേക്ക് വേണ്ട റെഡിയാവുമായിരുന്നു. ഈ സമയത്ത് ഗോവിന്ദ് എന്ത് ചെയ്യണം, ഗോവിന്ദ് അങ്ങോട്ട് കയറി വരുമ്പോഴാണ് അവിടെ ഒരു കമ്മല് കിടക്കുന്നുണ്ട്. ഇത് ഗീതുവിന്റെ കമ്മലാണല്ലോ, നോക്കാം. ഗീതുവിന്റെ ആയിരിക്കും മിക്കവാറും, കൊണ്ടേ കൊടുത്തേക്കാം. ഈ കമ്മലിട്ട് കൊടുക്കാം, അവളുടെ മനസ്സങ്ങനെ മാറ്റിയെടുക്കാം. അങ്ങനെയൊക്കെ ഓർത്തോണ്ട് ഗോവിന്ദ് മുറിയിലേക്ക് ചെല്ലുക. ഗീതുവിനോട് ചോദിച്ചു, അല്ല ഗീതു, നിന്റെ എന്തേലും കളഞ്ഞു പോയായിരുന്നു ചോദിക്കാം. അതെ കളഞ്ഞു പോയിരുന്നു, എന്റെ മനസ്സമാധാനം കളഞ്ഞു പോയിരുന്നു. എന്താ കിട്ടിയോന്ന് ചോദിക്കാം. ദേ തമാശ പറഞ്ഞല്ലെന്ന് പറയണ. അത് ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ എന്റെ മനസ്സമാധാനം പോയത്. എന്താ എനിക്ക് ഉണ്ടാക്കി തരുമോന്ന് ചോദിക്കാം. അല്ല അതൊന്നുമല്ല, ഓർണമെന്റ്സോ അങ്ങനെ എന്തെങ്കിലും കാര്യം പോയായിരുന്നു ചോദിക്കോ. ഓ ഓർണമെന്റ്സ്, ഞാൻ പറയണില്ല ഓർണമെന്റ്സ്. ഇവിടെ മനുഷ്യൻ ആകെപ്പാടെ തീ പിടിച്ച് നിൽക്കുന്ന സമയം, അപ്പോഴാണ് ഓർണമെന്റ്സ് എന്ന് പറയണേ. ഈ സമയത്ത് പ്രിയ അങ്ങോട്ട് വരുന്നേ. പെട്ടെന്ന് ഗോവിന്ദ് ഗീതോട് പറഞ്ഞു, അതെ എനിക്ക് അവിടെ കിടന്ന ഒരു കമ്മല് കിട്ടി. അപ്പൊ നിന്റെ കമ്മലാണെങ്കിൽ നിന്റെ കാലിൽ ഇട്ട് തരാന്നോർത്ത് ഞാൻ വന്നാന്ന് പറയണം. ഇത് കേട്ടോണ്ട് പ്രിയ പെട്ടെന്ന് മുറിയിലേക്ക് കയറി വരാം. കൊള്ളാം, അടുത്ത അഭിനയമായിട്ട് രണ്ടുപേരും ഇറങ്ങിയല്ലേന്ന് ചോദിക്കാം. എന്താ പ്രിയമോളെ നീ ഇങ്ങനെ പറയണേ? അല്ല ഇപ്പൊ തന്നെ കേട്ടില്ലേ, ഇനിയിപ്പം കമ്മലിട്ട് കൊടുക്കുന്നതുകൊണ്ട് ഞാൻ മുറിയിലേക്ക് കയറി വരുന്നു, നിങ്ങളുടെ സ്നേഹത്തിലാന്ന് ഞാൻ തെറ്റിദ്ധരിക്കുന്നു. അതൊക്കെയല്ലേ രണ്ടുപേരുടെ ഉദ്ദേശം. അതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് പറയാം. ഈ സമയം ഗോവിന്ദ് പറഞ്ഞു, എന്തൊക്കെയാ പ്രിയമോളെ ഇങ്ങനെ പറയണേ? എനിക്ക് അവിടെ കിടന്നൊരു കമ്മല് കിട്ടി, അത് ഗീതുവിന്റെ ആന്ന് കരുതിയിട്ട് ഞാൻ ഗീതുവിന് ഇട്ട് കൊടുക്കാന്ന് പറഞ്ഞ, അല്ലാതെ വേറൊന്നും ഇല്ലാന്ന് പറയാം. ഹോ അങ്ങനെയായിരുന്നോ? അതെ, സ്വന്തം ഭാര്യയുടെ കമ്മലെങ്കിലും തിരിച്ചറിയാൻ പഠിക്കണം. അതെന്റെ കമ്മലാ, ഞാനത് നോക്കി വരുമായിരുന്നു പറയാം. ഓ മോളുടെ കമ്മലായിരുന്നോ? അതാണ് കുഴപ്പം. അതിനെന്താ, ഞാൻ ഇട്ട് തരാലോ എന്ന് പറയാം. ഇത് കേട്ടത് ഗീതു ഗോവിന്ദനെ നോക്കുക. പെട്ടെന്ന് പ്രിയ ഒന്നും മിണ്ടിയില്ല. അല്ലെങ്കിലും ചെറുതിലെ നിനക്ക് എന്ത് പുതിയ കമ്മല് മേടിച്ചാലും മാല മേടിച്ചാലും അല്ല ഞാനല്ലേ ഇട്ട് തന്നോണ്ടിരുന്നേ. പിന്നെ ഇപ്പൊ എന്താ ഒരു പ്രത്യേകത? അങ്ങോട്ട് തിരിഞ്ഞിരിക്കുക, ഞാൻ ഇട്ട് തരാന്ന് പറയണം. അങ്ങനെ പ്രിയയുടെ കാതിലേക്ക് ആ കമ്മലിട്ട് കൊടുക്കാൻ ചെല്ലുവാണ്. അപ്പോഴാണ് ആ ചെവിയുടെ പുറയിലുള്ള ആ കാക്കപ്പുള്ളി മറുക കണ്ടേ. ആഹാ, നിന്റെ ഈ കാക്കപ്പുള്ളി മറുക വലുതായില്ലെന്ന് പറയണം. പ്രിയ പറഞ്ഞു, വണ്ണം വെച്ച് വരെയല്ലേ, അതനുസരിച്ച് ആ മറുകം വലുതായിക്കൊണ്ടിരിക്കുവാന്ന് പറയാം. എന്നാലും നീ ജനിച്ചു കഴിഞ്ഞപ്പം ഈ കാണാമറയത്തുള്ള ഈ കാക്കപ്പുള്ളി മറുക കണ്ടിട്ട് രാധികാമ്മയെ പറഞ്ഞത് ഈ മറുക ഐശ്വര്യം കൊണ്ടുവരുമെന്ന്. അതുപോലെ തന്നെയാ
വെറും കൂലിപ്പണിക്കാരനായ ഞാന് AG ഗ്രൂപ്പിന്റെ MD ആയില്ലേ, അതിനൊക്കെ കാരണക്കാരി ആരാ? നീയാണ്. നീ ജനിച്ച പിന്നെ എനിക്ക് സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടായെന്ന് പറയാം. ഈ സമയം രാധികാമ്മയും കൂടെ വന്ന്. രാധികാമ്മ ഇത് കേട്ടു. രാധികാമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. രാധികാമ്മ പെട്ടെന്ന് അകത്തേക്ക് കയറി വന്നിട്ട് പറഞ്ഞു, എന്നാലും ഇപ്പൊ നീയെങ്കിലും വിശ്വസിച്ചല്ലോ മോനെ. ഇവിടെ ചിലരൊക്കെ ഉണ്ട് ഈ സൗഭാഗ്യങ്ങളൊക്കെ അങ്ങനെ മാനത്തൊന്ന് പൊട്ടി വീണമെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണേ. നമ്മളേതാണ്ട് കള്ളന്മാരോ കൊള്ളക്കാരോ ആയിട്ട് കൊള്ളയടിച്ചുണ്ടാക്കിയതാണോ ചിലരുടെയൊക്കെ വിചാരം എന്ന് പറയാം. ഗീതുവിന് മനസ്സിലായി ഇത് ഗീതുവിനോട്ട് കൊട്ടിയെന്നുള്ള കാര്യം. പെട്ടെന്ന് ഗീതു പറഞ്ഞു, അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല എന്ന് പറയണം. എനിക്കറിയാലോ എന്ന് പറയാം. ഗോവിന്ദ് പറഞ്ഞു, എന്നാലും ആ പഴയ കഥകളൊക്കെ അതൊക്കെ പെട്ടെന്ന് അങ്ങനെ മറക്കാൻ പറ്റുമെന്ന് ചോദിക്കാം. രാധികാമ്മ പറഞ്ഞു, അതിവിടെ ചിലരൊന്നും വിശ്വസിക്കുന്നില്ലല്ലോ പഴയ കഥകള്. നമ്മൾ എന്ത് പറഞ്ഞാലും അവരൊന്നും വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ലോ എന്ന് പറയാം. ഗീത് പറഞ്ഞു, അതൊക്കെ ഞാൻ എപ്പോഴേ വിശ്വസിച്ച. ഇത് ആഴ്ചയിൽ ഒരു ദിവസം ഗോവിന്ദൻ രാവിലെ 5 മണിക്ക് അലാറം വെച്ചിട്ട് എന്നോട് ആ കഥകൾ പറയും. അത് കേട്ട് ഇപ്പൊ ഞാൻ ഗോവിന്ദനോട് ആ കഥകൾ പറഞ്ഞു കൊടുക്കുന്നത്. ഇനിയിപ്പൊ ഗോവിന്ദനെ തെറ്റായിട്ട് പറഞ്ഞാൽ പോലും ഞാൻ തിരുത്തി കൊടുക്കും. അത് അങ്ങനെയല്ല ഇങ്ങനെയാന്ന് പറഞ്ഞിട്ട് എന്ന് പറയാ. രാധികാമ്മയ്ക്ക് മുഖത്ത് അടിയേറ്റവലേ പോയി. ഗോവിന്ദാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആകെപ്പാടെ ചമ്മി നാണം കിട്ട് നിൽക്കുകയാണ് രാധികാമ്മ. അതുകൊണ്ട് ആ കഥകളൊക്കെ ഒത്തിരി ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പൊ തൽക്കാലത്തേക്ക് എനിക്ക് ആ കഥകൾ കേൾക്കാൻ സമയമില്ല കേട്ടോ എന്ന് പറയാം. പെട്ടെന്ന് രാധികാമ്മ കണ്ടില്ലേ അവള് പറഞ്ഞു കേട്ടില്ല എന്ന് പറയണം. ഈ സമയം ഗോവിന്ദ് പറഞ്ഞു, അമ്മേ ഒന്നും മിണ്ടാതിരിക്കാൻ വേണം. അതേടാ ഞാൻ മിണ്ടാതിരിക്കാന്ന് പറയണം. ഗീത് പറഞ്ഞു, ഇവിടെ ചിലരൊക്കെ പറയുന്നത് എന്താ ഒരു കാക്കപ്പള്ളി മറുക കാണുന്ന ഐശ്വര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇതുപോലത്തെയൊക്കെ നോൺസെൻസ് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കാതെ വേറെ വല്ല പണിയുണ്ടെന്ന് നോക്കാൻ നോക്ക്. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കോ? കാക്കപ്പള്ളി മറുക കാണാണ് ഇങ്ങനെ വലിയ അരക്കൽ കുടുംബം അങ്ങോട്ട് ഉണ്ടായെന്നൊക്കെ. എന്തൊക്കെ തള്ള എന്റെ പൊന്നോ തള്ളുന്നത്. ഇതൊക്കെ വിശ്വസിക്കാനൊന്നും എന്നെ കിട്ടത്തില്ലെന്ന് പറഞ്ഞ് ഗീതു അങ്ങോട്ട് ഇറങ്ങി പോവാം. രാധിക പറഞ്ഞു, അവള് പറഞ്ഞു കേട്ടില്ലേ ഗോവിന്ദൻ ചോദിക്കണം. ഈ സമയം പ്രിയ പറഞ്ഞു, അതിനെന്താ തെറ്റിരിക്കുന്നത്? ഇന്നത്തെ കാലത്ത് ആരും അങ്ങനെയൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ലെന്ന് പറയാം. ഗോവിന്ദൻ ശരിയാ. ഗീതു പറഞ്ഞാൽ ശരിയെന്ന് പറയാം. രാധികാമ്മയ്ക്ക് വല്ലാത്ത ദേഷ്യമായിപ്പോയി ഗീതുവിനോട്. പിന്നീട് കാണിക്കുന്ന ഗീതു പുറത്തേക്ക് പോകാനായിട്ട് റെഡിയാകുവാണ്. ഈ സമയത്ത് രാധികാമ്മ ഇങ്ങോട്ട് വന്നു. രാധികാമ്മ വന്നപ്പോ തന്നെ ഗീതുവിന് മനസ്സിലായി അവളുടെ വെറും വരവായിരിക്കില്ല, എന്തേലും ഒരു ഉദ്ദേശം കൊണ്ടായിരിക്കും വരുന്നേ. പിന്നീട് ഗീതുവിന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, പുറത്തേക്ക് പോകാൻ റെഡിയാവുമായിരിക്കും ഒച്ചമല്ലേന്ന് ചോദിക്കാം. അതെ, നമ്മൾ തമ്മിൽ കുറച്ചു നാളായല്ലോ നല്ലൊരു വഴക്കുണ്ടാക്കിയിട്ട്. അതെ, അതിനുവേണ്ടി വന്നാണ് രാധികാമ്മ. അതെ, ഇപ്പൊ എനിക്ക് സമയമില്ല, ഞാൻ അർജന്റായിട്ട് പോവാം. നമുക്ക് വൈകുന്നേരം വന്നിട്ട് സമയ സന്ദർഭം പോലെ വഴക്കുണ്ടാക്കാന്ന് പറയാം. ഇത് കേട്ടൻ രാധികാമ്മ പറഞ്ഞു, നീ കുറെ പയറ്റുന്നുണ്ട് ഗോവിന്ദനെ സ്വന്തമാക്കാനായിട്ട്. അതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് പറയാം. ഇത് കേട്ടതും ഗീത് പറഞ്ഞു, അത് രാധികാമ്മയാണോ തീരുമാനിക്കുന്നേ? പിന്നെ ഞാൻ അല്ലാതെ വേറെ ആരാ തീരുമാനിക്കുന്നേ? നീ അവന്റെ പുറകെ ചുറ്റിക്കറങ്ങാൻ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പറയാം. ഇത് കേട്ടതും ഗീത് പറഞ്ഞു, അതേ ഗോവിന്ദന്റെ പുറകെ ഞാനല്ല ചുറ്റിക്കറങ്ങുന്നത്, ഗോവിന്ദൻ എന്റെ പുറകെയാണ് ഒരു ഉപഗ്രഹം പോലെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇത് കേട്ടൻ രാധികം പറഞ്ഞു, അങ്ങനെയാണോ? എന്റെ മോൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ലെന്ന് പറയാം. അതെന്താ അങ്ങനെ നിങ്ങൾ ഉറപ്പിച്ചു പറയാൻ കാരണം? എന്റെ പുറകെ ചുറ്റിലെന്നാണല്ലോ പറയുന്നത്. പിന്നെ എനിക്കറിയാം നിങ്ങളല്ലേ ആള്. നിങ്ങൾ കാരണം ഗോവിന്ദന്റെ സ്വസ്ഥതയോടെ എന്നോട് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം നിങ്ങളാണല്ലോ അച്ചോണ്ട് തിരിച്ചോണ്ടിരിക്കുന്ന ആള്. എത്ര ചുറ്റിന്ന് പറഞ്ഞാലും നിങ്ങൾ അച്ചോണ്ട് തിരിച്ചോണ്ടിരിക്കുമല്ലോ എന്ന് ചോദിക്കാം. ഇത് കേട്ടൻ രാധികാൻ പറഞ്ഞു, നീ അധികം നാക്കിട്ട് അലിക്കൊന്നും വേണ്ട. നിന്നെ ഞാൻ വെല്ലുവിളിക്ക. ചോണയുണ്ട നീ കാണിച്ചേട്ടെ. ഗോവിന്ദൻ നിന്റെ സ്വന്തം നീ കാണിച്ചു തരാൻ പറയാം. ഇത് പറഞ്ഞു, ഈ വെല്ലുവിളി ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. 2 ദിവസം 2 ദിവസത്തിൽ ഞാനും ഗോവിന്ദനും തമ്മിൽ ഒന്നായിരിക്കും എല്ലാ അർത്ഥത്തിലെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ഈ സമയം രാധികാമ്മ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക. പിന്നീട് ഗോവിന്ദ് താഴേക്ക് ഇറങ്ങി പോകുമ്പോഴത്തേനും ഗീത് വിളിച്ചു. അത് കണ്ടിട്ട് അവിടെ നിൽക്കാൻ പറയണ. എന്തോ കാര്യമുണ്ടല്ലോ, അത് എനിക്കൊരു കാര്യം പറയാനുണ്ട്. കാര്യം എന്താന്ന് പറ. അതെ, ഗസ്റ്റ് ഹൗസിന്റെ കീ ഞാൻ എടുത്തിട്ടുണ്ടെന്ന് പറയണോ? അതാണ് ആ കാര്യം. നമുക്ക് അങ്ങോട്ട് പോയേക്കാന്ന് പറയാം. അല്ല, മുമ്പേ നീ ഇങ്ങനെ അല്ലല്ലോ പറഞ്ഞു തന്നിട്ട്. അത് മുമ്പേ, ഇപ്പോഴങ്ങനെയല്ല. അപ്പൊ നിനക്കാണോ ഇപ്പൊ ആവശ്യം എന്ന് ചോദിക്കാം. ഈ സമയം ഗീതു മനസ്സിൽ പറഞ്ഞു, അതെ ആവേശത്തിന്റെ അല്ല, ആവശ്യം എന്റെ ആയി പോയതല്ലേ. അല്ലാതെ ഇപ്പൊ രാധികാമ്മനെ വെല്ലുവിളിച്ചിരിക്കല്ലേ 2 ദിവസത്തിനുള്ളിൽ. അതിനുള്ളിൽ തന്നെ ഗോവിന്ദനെ താൻ സ്വന്തമാക്കിയിരിക്കണം. വേറൊരു കാര്യമൊന്നുമില്ല. അങ്ങനെ 2 പേരും കൂടെ അങ്ങ് ഇറങ്ങി പോകാൻ സമയത്താണ് അങ്ങോട്ട് അവർണയും അജാസും കൂടെ കയറി വരുന്നത്. എന്താ 2 പേരും കൂടെ രാവിലെ ഗീതി ചോദിക്കുക. അതെ, കാണേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇവിടെ വന്ന് സംസാരിക്കാന്ന് കരുതി വന്നാന്ന് പറയാണ്. അങ്ങനെ 2 പേര് വരുന്നു. ഈ സമയം രാധികാമ്മയും വരണവും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്. പെട്ടെന്ന് ഗോവിന്ദ് ചോദിച്ചു, അല്ല അജാസ് എന്താ കാര്യം? അതെ, ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നായിരുന്നു. വില്ലിംഗ്ടൺ ഐലൻഡ് അവിടെയായിട്ട് ഒരു റിസോർട്ട് കൊടുക്കാനുണ്ട്. ഒരു പക്ഷേങ്കില് ആ റിസോർട്ട് നമ്മൾ വാങ്ങുവാണെങ്കിൽ അത് നല്ലതായിരിക്കും എന്ന് പറയാം. ഇത് കേട്ടതും ഗോവിന്ദ് പറഞ്ഞു, അല്ല അതെന്തിനാ ഇപ്പം? അതെന്ന് പറഞ്ഞാല് അവിടെ നല്ലൊരു സെറ്റപ്പാണ് ആ റിസോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എടുക്കുവാണെങ്കിൽ നല്ല വിജയസാധ്യത ഉണ്ടെന്നാണ് പറഞ്ഞെന്ന് പറയാം.
ഈ സമയത്ത് അജാസ് പറഞ്ഞത് ഇവിടെ അടുത്ത വില്ലിംഗ്ടൺ ഐലൻഡ് അവിടെ ഒരു റിസോർട്ട് കൊടുക്കാണ്ട് ആ റിസോർട്ട് വാങ്ങുവാണെങ്കിൽ നമുക്ക് അവിടെ ഒരു വിജയസാധ്യത ഉണ്ടെന്ന് പറയണേ. ഇത് കേട്ടൻ ഗോവിന്ദ് പറഞ്ഞു, അല്ല അതിപ്പോ എടുത്തിട്ട് ഇപ്പൊ എന്ത് ചെയ്യാനാന്ന് ചോദിക്കുകയാണ്. ഈ സമയം അപർണയെ പറഞ്ഞു, നമുക്ക് അവിടെ ടൗൺഷിപ്പ് തന്നെ പ്ലാൻ ചെയ്യാന്ന് പറയണ നല്ല കാര്യമായിരിക്കും. എന്റെ അച്ഛന്റെ ആഗ്രഹമായിരുന്നു അങ്ങനെ. കാരണം കോളേജ്, സ്കൂള്, ആരാധനാലയങ്ങള് എല്ലാം നല്ല ഭംഗിയായിരിക്കും. എന്റെ അച്ഛന്റെ ആഗ്രഹം ഇനി നടക്കാൻ പോകുന്നില്ല. പക്ഷെ ഞാൻ ആലോചിച്ചു കഴിഞ്ഞപ്പം അത് നല്ല കാര്യമാണെന്ന് തോന്നി. ഒരു പക്ഷേങ്കില് ഗോവിന്ദൻ ഇത് എടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും, നല്ല വിജയസാധ്യത ഉള്ളതാന്ന് പറയാം. പെട്ടെന്ന് ഗീത പറഞ്ഞേ അതൊന്നും ശരിയാകത്തില്ലെന്ന് പറയണം. ഗോവിന്ദ് പറഞ്ഞു, ശരിയാ, എനിക്ക് അതിനോട് താല്പര്യമില്ലെന്ന് പറയാം. പെട്ടെന്ന് വരണ രാധികാമൻ തോണ്ടിയിട്ട് പറഞ്ഞു, അതെ അമ്മ ഇത് എങ്ങനെയല്ലോ സമ്മതിപ്പിക്കാം, നല്ലൊരു കാര്യമാന്ന് പറയണം. രാധികാമ്മ പറഞ്ഞു, അത് എന്തുകൊണ്ടാ കണ്ടാ അത് പറ്റില്ല എന്ന് പറഞ്ഞേ, നമുക്കത് എടുക്കാം, നമുക്കതെടുത്ത് അത് വേണ്ടെന്നാ ചെയ്യാന്ന് പറയണം. ഈ സമയം ഗോവിന്ദ് പറഞ്ഞു, എനിക്ക് അതിനോട് താല്പര്യമില്ല അമ്മയെന്ന് പറയണം. പെട്ടെന്ന് അപർണയെ പറഞ്ഞു, നല്ല കാര്യല്ലേ ഗോവിന്ദേട്ടാ, എടുക്ക, ഒരിക്കലും ഒരു നഷ്ടമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് പറയാം. പെട്ടെന്ന് ഗീത പറഞ്ഞു, വേണ്ടെന്നല്ല പറഞ്ഞു, ഇനിയിപ്പൊ അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ടാന്ന് പറയാം. ഈ സമയം രാധികാമ്മ പറഞ്ഞു, അതിന് നീയാണോ തീരുമാനം എടുക്കുന്നത്? തീരുമാനം എടുക്കാൻ ഇവിടെ ഞങ്ങളൊക്കെ ഉണ്ട്, ഞങ്ങളൊക്കെ തീരുമാനിച്ചോളാം, നീ അവിടെ ഇരുന്നാ മതി എന്ന് പറയാം. ഗീത പിന്നെ ഒന്നും മിണ്ടിയില്ല. ഗീത ഗോവിന്ദിനെ നോക്കുക. പെട്ടെന്ന് ഗോവിന്ദ് പറഞ്ഞു, വേണ്ട രാധികാമ്മേ, ആ കാര്യം നമുക്ക് വേണ്ടാന്ന് പറയാണ്. ഗീത പറഞ്ഞതിനെ ശരി, എനിക്ക് അതിനോട് താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് എഴുന്നേക്കുവാണ്. ഈ സമയം അവർണയുടെ കയ്യെ പിടിച്ചിട്ട് ഗീത പറഞ്ഞു, ബാ നമുക്ക് പോകാന്ന് പറഞ്ഞിട്ട് അവർണയും കൂട്ടി പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങുവാണ്. രാധികാമ്മ അടുത്തേക്ക് വരഞ്ഞു ചെന്നിട്ട് പറഞ്ഞു, അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അതെടുക്കുവാണെങ്കിൽ നല്ല കാര്യമേ, പക്ഷെ ഗോവിന്ദാണ് അമ്മ എങ്ങനെയും പറഞ്ഞത് സമ്മതിപ്പിക്കണം. ആ ഗീത ഇടങ്കോലിട്ട് നിൽക്കുമല്ലേ, അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാന്ന് പറയാം. പിന്നീട് ഗീതവും ഗോവിന്ദും കൂടെ ഗസ്റ്റ് ഹൗസിലേക്ക് ചെല്ലുവാണ്. അപ്പം ഗോവിന്ദ് ഗീതനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, എത്ര ദിവസം എങ്ങനെയാന്ന് ആഗ്രഹിക്കുന്നത്, ഇങ്ങനെ അങ്ങനെ ഇന്ന് അതിനുള്ള അവസരം കിട്ടിയിരിക്കുന്നു പറയാം. ഗീത പറഞ്ഞു, നിങ്ങളുടെ രണ്ടാനമ്മ ഉള്ളിടത്തോളം കാലം ഒന്നാവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാം. പിന്നെ ഇന്ന് കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ അങ്ങോട്ട് ചെല്ലുക. അങ്ങനെ ചെന്ന് ഗീതു കീ എടുത്ത് ഗോവിന്ദിന്റെ കയ്യിലേക്ക് കൊടുത്തു. എന്നാ തുറക്കാൻ പറയാണ്. ഗോവിന്ദ് അത് തുറക്കാൻ നോക്കണം, പക്ഷെ തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്ത് പറ്റി ഗോവിന്ദേട്ടൻ നിൽക്കണേ, തുറക്കാൻ പറ്റുന്നില്ല. ആ കൊള്ളാം, രാധികാമ്മ ഇവിടെയും വേറെ പൂട്ടിയിട്ടുണ്ട്. ഇപ്പം മനസ്സിലായല്ലോ. രാധികാമ്മയുടെ ചതി എന്താന്ന് മനസ്സിലായില്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടും ഗോവിന്ദ് പറഞ്ഞു, രാധികാമ്മ ഇത്രയ്ക്ക് വലിയ ക്രൂരയാന്ന് ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചില്ലെന്ന് പറയാം. ഗീത പറഞ്ഞു, ഇത് പണ്ടേ ഞാൻ മനസ്സിലാക്കിയേക്കുന്ന കാര്യമാണ്. അതെ ഗോവിന്ദൻ ഇപ്പോഴല്ലേ മനസ്സിലാകുന്നേ, എനിക്ക് രാധികാമ്മയുടെ ചതിയും കളത്തരങ്ങളും പണ്ടേ മനസ്സിലായതാ. പക്ഷെ മനസ്സിലാത്ത ഒരേ ഒരാള് അത് കണ്ണേട്ടം മാത്രമായിരുന്നു പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ സമനില തെറ്റിയ പോലെ ഗോവിന്ദ് നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.